നമസ്കാരം. സം മെമ്മറീസ് നെവർ ലീവ്. ദാറ്റ്സ് ഓക്കെ. ചില ഓർമ്മകൾ ഒരിക്കലും വിട്ടുപോകില്ല. അതിൽ തെറ്റൊന്നുമില്ല. ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യാൻ കാരണം, ഇന്ന് ജൂലൈ 9. ഇന്നലെ എനിക്ക് വാട്സാപ്പിൽ എൻ്റെ ഒരു സബ്സ്ക്രൈബർ ഒരു മെസ്സേജ് അയച്ചു. സാർ, നാളെ ജൂലൈ 9. എനിക്ക് വേണ്ടി അങ്ങൊരു മെസ്സേജ് ഇടണം. അങ്ങയുടെ ഓർമ്മകളുടെ തീരത്ത് എന്ന സിനിമയിലൂടെ ഓർമ്മകൾ പലപ്പോഴും മനുഷ്യനെ വേട്ടയാടുന്നു, അല്ലെ ഓർമ്മകൾ വഴി ജീവിതത്തിൽ പ്രയാസപ്പെടുന്ന അല്ലെങ്കിൽ വിഷമിക്കുന്ന ഒരു മനുഷ്യനെയാണ്. അത് തെറ്റാണ്? ഒരിക്കലും തെറ്റല്ല. ചില ഓർമ്മകൾ ഒരിക്കലും വിട്ടുപിരിയില്ല. എൻ്റെ ആ പ്രിയപ്പെട്ട സുഹൃത്തിന് വേണ്ടി എന്നോട് ആവശ്യപ്പെട്ടത് പ്രകാരം ഞാൻ ഇതുവരെ കാണാത്ത എൻ്റെ ആ ചാനലിലെ വ്യൂവറിന് വേണ്ടി ഞാൻ ഈ വീഡിയോ നിങ്ങളുടെ എല്ലാവരുടെയും മുമ്പിൽ എൻ്റെ ഇന്നത്തെ സൈക്കോളജിക്കൽ മെസ്സേജ് ഇതാക്കി മാറ്റുകയാണ്. മെമ്മറീസ് നെവർ ലീവ്. ഇറ്റ്സ് ഓക്കെ. നമ്മുടെ ജീവിതത്തിൽ ചില ഓർമ്മകൾ നമ്മെ ഒട്ടും വിടത്തില്ല. പലപ്പോഴും ഓർമ്മകൾ വഴി വേദന അനുഭവിക്കുന്ന, പ്രയാസം അനുഭവിക്കുന്ന ഒത്തിരി പേരുണ്ട്. അതുകൊണ്ട് പലപ്പോഴും സൈക്കോളജിസ്റ്റുകൾ പറയും നിങ്ങളതൊക്കെ മറക്കൂ എന്ന്. അതേ കാരണമാണ് ആ വ്യക്തി എന്നോട് ആവശ്യപ്പെട്ടത്. മറക്കാൻ പറ്റാത്തത് എങ്ങനെ ഓർക്കാതിരിക്കാൻ പറ്റും? ചില വ്യക്തികൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നത് വളരെ കുറച്ച് സമയമായിരിക്കാം. ചിലപ്പോൾ ഒരു മാസം, അല്ലെങ്കിൽ ഒരാഴ്ച, അല്ലെങ്കിൽ കൂടിപ്പോയാൽ കുറേ ദിവസങ്ങൾ മാത്രം. പക്ഷെ അവരുടെ നമ്മളോടുള്ള പെരുമാറ്റം, സ്വഭാവം, അല്ലെങ്കിൽ നമ്മൾക്ക് അവരോടുള്ള ഏതോ ആകർഷണം, ഇതൊക്കെ കാരണം അവർ നമ്മളിൽ നിന്ന് ചില കാരണങ്ങളാൽ വേർപിരിഞ്ഞു പോയാലും നമുക്കവരെ മറക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ആ ഓർമ്മകൾ ഒരു വേദനയായി നമ്മുടെ ഉള്ളിൽ കിടക്കും. അതൊരു തെറ്റാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് തെറ്റാണെന്ന് പറയാൻ കഴിയില്ല. കാരണം അവർ നൽകിയ വാക്കുകൾ, അവർ സംസാരിക്കുന്ന വാക്കുകൾ, അവർ നൽകിയ സ്നേഹം, അവർ നൽകിയ ചില സഹായങ്ങൾ, അല്ലെങ്കിൽ അവരുടെ ചിരികൾ, അവരുടെ ശബ്ദം, ഇവയൊന്നും ചിലർക്ക് മറക്കാൻ പറ്റില്ല. പക്ഷെ അതുകൊണ്ട് തളരുകയല്ല വേണ്ടത്, അവരെ വെറുക്കുകയല്ല വേണ്ടത്. നിങ്ങളുടെ ഓർമ്മകളുടെ ആ വലിയ കൂമ്പാരത്തിലേക്ക് തള്ളിയിട്ടിട്ട് പോയ ആളോട് പറയണം, നിങ്ങൾ എൻ്റെ ഹൃദയത്തിൽ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. നിങ്ങളുടെ ചിരി, നിങ്ങളുടെ ശബ്ദം, ഇവയൊക്കെ എൻ്റെ മനസ്സിലുണ്ട്. ഒരിക്കലും അത് എന്നിൽ നിന്ന് വിട്ടു പോകില്ല എന്ന് വെച്ച് എൻ്റെ ജീവിതത്തിൽ ഞാൻ തോക്കുന്നു എന്നല്ല അതിനർത്ഥം. ഞാൻ വഞ്ചിക്കപ്പെട്ടു എന്നല്ല അതിനർത്ഥം. നിങ്ങൾ തന്ന നല്ല ഓർമ്മകൾ ഇന്നും എൻ്റെ മനസ്സിലുണ്ട്. നിങ്ങളുടെ ചിരിക്കുന്ന മുഖം ഈ ലോകത്തിൽ ഒരാളുടെ ഹൃദയത്തിലുണ്ട് എന്ന് നിങ്ങൾ ഓർക്കുക. തീർച്ചയായും നിങ്ങളെ വിട്ടുപോയ ആ വ്യക്തിയോട് നിങ്ങൾക്ക് കൊടുക്കാനുള്ള ഏറ്റവും നല്ല മെസ്സേജ് ഇതാണ്. ഒരു വൈരാഗ്യവും വിദ്വേഷവും ഇല്ലാത്ത നിങ്ങളുടെ ആ സ്നേഹം നിങ്ങൾ തുറന്ന് പറയുക. കാരണം പ്രതികാരത്തിൻ്റെയും വൈരാഗ്യത്തിൻ്റെയും വിദ്വേഷത്തിൻ്റെയും പകയുടെയും ഒരു ലോകമായി മാറുന്ന ഈ സമയത്ത് എനിക്ക് പേരറിയാത്ത, അല്ലെ പറയാൻ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ആ പ്രിയ സുഹൃത്ത് എന്നോട് ആവശ്യപ്പെട്ടത് ഇത്രയും മാത്രമേ ഉള്ളൂ. ഓർമ്മകൾ ഒരിക്കലും മരിക്കുന്നില്ല, ഓർമ്മകൾ ഒരിക്കലും വിട്ടുപോകില്ല. കാരണം അത് സ്നേഹമുള്ളവരുടെ മനസ്സിൽ മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ളവർക്ക് അത് കളയാൻ പറ്റാതുള്ളൂ. അല്ലാത്തവർ പെട്ടെന്ന് മറന്നുപോകും. നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിലും നമ്മുടെ മനസ്സിൽ എവിടേക്കോ ചില നല്ല ഓർമ്മകളുണ്ട്. ചിലർ നമ്മളെ ഈ ലോകത്തിൽ നിന്ന് വേർപിരിഞ്ഞു പോയിട്ടുണ്ട്. ഇപ്പോഴും അവരുടെ ഓർമ്മകൾ നമ്മളെ വേട്ടയാടുന്നുണ്ട്. നമ്മൾ ഒരിക്കൽ പോലും കാണാത്ത ചിലർ, അവരെക്കുറിച്ചുള്ള ചിന്തകൾ, നമുക്കൊരിക്കലും അവരുടെ സ്നേഹം അനുഭവിക്കാൻ കഴിഞ്ഞിട്ടില്ല. അവരെക്കുറിച്ചുള്ള ഓർമ്മകളും നമ്മുടെ ജീവിതത്തിലുണ്ട്. തീർച്ചയായും പ്രിയ സുഹൃത്തെ, ഈ മെസ്സേജ് ഇച്ചിരി നീണ്ടുപോയാലും ഒരു കാര്യം മാത്രം നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളുടെ മനസ്സിലൊരു നന്മയുള്ളത് കൊണ്ടാണ്
നിങ്ങൾക്ക് നിങ്ങളെ വിട്ടുപോയ ആളെ ഇപ്പോഴും ഓർക്കാനും അവരെ സ്നേഹിക്കുവാനും അവരെ നെഞ്ചോടെ ചേർത്ത് വെക്കാനും കഴിയുന്നത്. അതിൻ്റെ പേരിൽ അവരെ ഉപദ്രവിക്കാനോ അവരെ ബുദ്ധിമുട്ടിക്കാനോ നിങ്ങൾ തയ്യാറാകുന്നില്ലെങ്കിൽ ഈ ലോകം കണ്ടതിൽ ഏറ്റവും നല്ല മനുഷ്യർ, ഏറ്റവും നന്മയുള്ള മനുഷ്യർ നിങ്ങളാണ്. തീർച്ചയായും നിങ്ങളെപ്പോലുള്ളവരുടെ കാലം നിങ്ങളെ തിരിച്ചറിയും. ചിലപ്പോൾ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് കിട്ടിയെന്ന് വരും, ചിലപ്പോൾ നിങ്ങൾക്ക് അതിനേക്കാൾ മനോഹരമായത് ദൈവം കാത്തുവച്ചിരിക്കും. അതുകൊണ്ട് ഒരിക്കലും നഷ്ടപ്പെട്ടു പോയതിനെ ഓർത്ത് ദുഃഖിക്കാതിരിക്കുക. ഞാൻ ഈ ഒരു ഉദാഹരണം കൂടെ പറയാം. തീർച്ചയായും ഒരു ദിവസം മുമ്പ് അർജൻറ്റീനയുടെ ഒരു മാച്ച് നടന്നു. ഇതിനിടയിൽ എന്നോട് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെയും അല്ലെങ്കിൽ നെയ്മറുടെയും മറ്റു പലരുടെയും എംബാപ്പയുടെയും ഒന്നും ആളുകൾ ദേഷ്യപ്പെടില്ല. ഞാൻ ന്യായമായ എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു കാര്യം, എല്ലാവരും നല്ല കളിക്കാരാണ്, എല്ലാ ടീമും നല്ല കളിക്കാരാണ്. പക്ഷേ താൻ പാഴാക്കിയ ഒരു പെനാൽറ്റി അത് തൻ്റെ രാജ്യത്തിൻ്റെ വരെ തോൽവിയുടെ ഘട്ടത്തിലെത്തും എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ എല്ലാ ഊർജവും ഉൾക്കൊണ്ട് കളിച്ച മെസ്സി എന്ന ആ ഫുട്ബോൾ താരത്തെ നമ്മുടെയൊക്കെ മനസ്സിലോർക്കണം. എല്ലാം തകർന്നു പോകുന്നു എന്നറിഞ്ഞ നിമിഷം അയാൾ ജീവിതത്തിൽ ഒരു പടവെട്ടിയാണ് കയറി വന്നത്. അതുപോലെ തന്നെ നമ്മളുടെ ജീവിതത്തിലും നമ്മൾ തോറ്റുപോകുന്നു എന്നുറപ്പുള്ളപ്പോൾ നമ്മൾ തിരിച്ചു കയറാൻ ശ്രമിക്കണം. അദ്ദേഹം എല്ലാം നേടിക്കഴിഞ്ഞ് കരഞ്ഞു. കാരണം തൻ്റെ രാജ്യം തോറ്റു പോകുമോ എന്ന് ഓർത്തല്ല അന്നേരം കരഞ്ഞത്. തനിക്ക് ദൈവം വേറൊരു അവസരം കൂടെ തന്നു, തനിക്ക് മറ്റൊരു ഗോൾ അടിക്കാൻ തന്നു, താൻ വഴി എത്രയോ ആ രാജ്യം ജയിക്കുവാൻ സാധിച്ചു. അതുപോലെ നമ്മൾ ഓരോരുത്തരുടെ ജീവിതത്തിലും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഓർമ്മകൾ മനസ്സിലുള്ളത് ഒരിക്കലും തെറ്റല്ല. ആ ഓർമ്മകളെ സ്നേഹിക്കുക, അത് സമ്മാനിച്ചിട്ട് പോയവരെ ബഹുമാനിക്കുക, അവരെ മനസ്സിലോർക്കുക, നിങ്ങളെല്ലാവരുടെയും ഹൃദയത്തിൽ കൊണ്ടുവെക്കുക. തീർച്ചയായും ഈ ജൂലൈ 9 എന്നോട് ആവശ്യപ്പെട്ട, ഞാൻ ഒരിക്കലും കാണാത്ത എൻ്റെ ആ സബ്സ്ക്രൈബറോട് ഒത്തിരി നന്ദി. ഡോക്ടർ ഡഗ്ലസിൻ്റെ ചാനലിൽ നിന്ന് തീർച്ചയായും നിങ്ങൾ കാരണം എനിക്ക് പറയാനുള്ളത്, എൻ്റെ സിനിമയെ കൂടെ കണ്ടിട്ട് നിങ്ങളത് പറഞ്ഞപ്പോൾ എനിക്കൊത്തിരി അഭിമാനം തോന്നുന്നു. അങ്ങനെ ഒരു സിനിമ ചെയ്യുവാൻ ദൈവം എനിക്ക് അവസരം നൽകിയെന്ന് ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ട്. നിങ്ങളെല്ലാവരുടെയും ജീവിതത്തിൽ നിങ്ങൾക്ക് വിജയിക്കുവാൻ കഴിയട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തെ, ഓർമ്മകളുടെ ആ നന്മ സമ്മാനിച്ച് പോയ ആരായാലും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നമുക്കെല്ലാവർക്കും ഒരുമിച്ച് മുന്നോട്ട് പോകാം. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങൾ എന്നോടൊപ്പം കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ നിങ്ങളുടെ ഡോക്ടർ ഡഗ്ലസ് കെ. വീണ്ടും ഒരു മനഃശാസ്ത്ര യാത്രയിലൂടെ നമുക്ക് കാണാം. താങ്ക് യു.